നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. റഷ്യയുടെ പ്രദേശങ്ങളിൽ യുക്രൈൻ US മിസൈലുകൾ ഉപയോഗിക്കുന്നതിനെ ഭ്രാന്തെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. അതായത് ട്രംപ് അധികാരത്തിൽ വന്നാൽ യുക്രൈന് അത്ര നല്ല കാലമായിരിക്കില്ല എന്നുള്ളത് ഏതാണ്ട് ഇപ്പോൾ തന്നെ വ്യക്തമായിരിക്കുകയാണ്. ട്രംപ് പറയുന്നത് ഈ നയത്തോട്, അതായത് US-ന്റെ മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയിൽ ആക്രമണം നടത്തുന്നതിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപ് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് നേരിട്ട് ബൈഡനുമായുള്ള ഒരു പോരിലേക്ക് കടക്കുകയാണ്. കാരണം ബൈഡനാണ് യുക്രൈന് എല്ലാ അധികാരങ്ങളും അമേരിക്കൻ ആയുധങ്ങൾ റഷ്യയിൽ പ്രയോഗിക്കുന്നതിന് അനുമതി കൊടുത്തത്. ഈ നയത്തോട് തീവ്രമായി വിയോജിക്കുന്നുവെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ US നയം മാറാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ. ടൈം മാഗസിന്റെ പേഴ്സൺ ഓഫ് ദി ഇയർ അഭിമുഖത്തിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ട്രംപ് ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയതോടുകൂടി തന്നെ യുക്രൈന് അപകടം മണത്തിരിക്കുകയാണ്. യുക്രൈന് ഇനി അധികം സഹായങ്ങൾ അമേരിക്കയിൽ നിന്ന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാകുന്നു. പ്രത്യേകിച്ചും ആയുധ സഹായങ്ങൾ വലിയ രീതിയിൽ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ പ്രസ്താവനകളിലൂടെ തന്നെ വ്യക്തമാകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയെ ഭയക്കുന്നു എന്നതുകൊണ്ടല്ല, മറിച്ച് യുദ്ധം അവസാനിപ്പിക്കുക, അതായത് പശ്ചിമേഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന യുദ്ധഭീതികൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കായിരിക്കും ട്രംപ് കടക്കുക. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പോൾ നടക്കുന്നതൊക്കെ ഭ്രാന്താണ്, ഇത് ഭ്രാന്താണ്. റഷ്യയുടെ ഉള്ളിലേക്ക് 100 കണക്കിന് മൈലുകൾ അകത്തേക്ക് മിസൈലുകൾ അയക്കുന്നതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. നാം എന്താണ് ചെയ്യുന്നത്? ഈ നടപടികൾ യുദ്ധം കൂടുതൽ കൈവിട്ടു പോകാൻ ഇടയാക്കും. അതനുവദിക്കരുത്. ഇതായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യയ്ക്ക് നേരെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് യുക്രൈന് പച്ചക്കൊടി കാട്ടിയപ്പോഴാണ് ട്രംപിന്റെ പരാമർശം. ബൈഡന്റെ തീരുമാനത്തെ ട്രംപ് വിമർശിച്ചെങ്കിലും യുക്രൈനെ ഉപേക്ഷിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് പെട്ടെന്ന് പരിഹാരം കാണണം. അതിനായി എനിക്ക് വളരെ നല്ല പദ്ധതിയുണ്ട്. അതെന്താണെന്ന് പങ്കിടാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധത്തിലെ ജീവഹാനി അമ്പരപ്പിക്കുന്നതാണ്. ഇരു രാജ്യങ്ങളുമായി സംസാരിക്കുന്നുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്ക പെട്ടെന്നെടുക്കുന്ന നടപടികൾ റഷ്യയ്ക്ക് അനുകൂലമാകുമോ എന്ന ആശങ്കയിലാണ് യുക്രൈൻ ഉള്ളത്. റഷ്യയ്ക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരം ശക്തമായ നടപടികൾ എടുക്കാൻ യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെടുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രധാനമായും ഊന്നൽ നൽകുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത സുരക്ഷിതമാക്കാനും അതുപോലെ തന്നെ കോർപ്പറേറ്റുകളെയും സ്വന്തം സാമ്പത്തിക ഭദ്രതയും മറ്റു രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക നയതന്ത്ര ഇടപാടുകളും ഏറ്റവും സുഗമമാക്കുന്നതിനു വേണ്ടിയാണ്. അങ്ങനെയുള്ള ട്രംപ് ഒരിക്കലും യുദ്ധങ്ങളെ ഇനി പിന്തുണയ്ക്കാൻ സാധ്യതയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന, അതായത് യുക്രൈൻ തീക്കളിയാണ് കളിക്കുന്നത് എന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ബൈഡനുമായി ഒരു വലിയ കട്ട ഉടക്കിലേക്ക് തന്നെയാണ് ട്രംപിന്റെ ഈ തീരുമാനത്തോടെ കാര്യങ്ങൾ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.